الحمد لله ذي الجلال والإكرام جعل الأخت من أقرب الأرحام ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് കഴിവിൻ്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഈ ഖുതുബയുടെ തുടക്കത്തിൽ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള അറിവും പ്രാപ്തിയും പക്വതയും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച, നമുക്ക് ഏറെ കടമയും കടപ്പാടുമുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും പലർക്കും അവരുടെ സഹോദരങ്ങളിൽ ഏറെ സ്ഥാനം അവർ നൽകുന്ന ഒരാളാണ് മൂത്ത സഹോദരി. നമ്മൾ പലരും ഇത്ത എന്നൊക്കെ വിളിച്ച് വളരെ സ്നേഹത്തിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂത്ത സഹോദരിക്ക് നൽകേണ്ട, അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു നൽകുന്ന ആദരവും അവർക്ക് നൽകുന്ന സ്ഥാനവും ഒക്കെ പറയുന്ന ചില സംഭവങ്ങൾ നമുക്ക് കാണാനാകും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും നല്ല സ്നേഹമുണ്ടായിരുന്ന, നല്ല അനുകമ്പയും ലാളനയും വാത്സല്യവും നൽകിയിരുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. തൻ്റെ ഉമ്മ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലേക്ക് ആ പെട്ടി അങ്ങ് ഒഴുക്കി വിട്ടപ്പോൾ മനസ്സ് പിടച്ച ഉമ്മ തൻ്റെ മകളോട് പറഞ്ഞു, ആ പെട്ടിയെ പിന്തുടരണം. ഇത് ഖാലത്ത് ഉമ്മുഹു ലി ഉഖ്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൂസയുടെ സഹോദരിയോട് മൂസയുടെ ഉമ്മ പറഞ്ഞു, ആ ഖുസ്സിഹി, ആ പെട്ടിയെ പിന്തുടരണം, ആ കുട്ടിയെ പിന്തുടരണം. എന്താണ് അതിന് സംഭവിക്കുന്നത് എന്ന് നോക്കണം. ഇത് തംശി ഉഖ്തുക ഫതഖൂലു ഹൽ അദുല്ലുകും അലാ മൻ യക്ഫുലു. സൂറത്ത് ത്വാഹയിലും സൂറത്തുൽ ഖസസിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയെ സംബന്ധിച്ച് വാചാലനാണ്. റബ്ബ് പറയുന്നു, ആ പെങ്ങൾ ആ കുട്ടി തൻ്റെ സഹോദരനെ പിന്തുടർന്നു. ഒടുവിൽ ആ കുട്ടിയെ ആ പെട്ടിയോടെ വാരിയെടുത്ത ആ കുടുംബക്കാരോട്, അവിടെ ഉണ്ടായിരുന്ന തോഴിമാരോട് അവൾ സമർത്ഥയായി ബുദ്ധിപരമായി അവളുടെ ഇടപെടലിനാൽ അവർ നടത്തിയ ചില സമീപനങ്ങൾ, ചില സംസാരങ്ങൾ റബ്ബ് പറഞ്ഞു, ഹൽ അദുല്ലുകും അലാ മൻ യക്ഫുലു, ഈ കുട്ടിയെ പോറ്റാൻ, ഈ കുട്ടിയെ വളർത്താൻ പ്രാപ്തമായ ഏറെ സ്നേഹമുള്ള ഒരുവളെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറയുകയും മൂസയുടെ ഉമ്മയെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ഒടുവിൽ ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ, റബ്ബ് പറയുന്നു, നിന്റെ ഉമ്മ വിഷമിക്കാതിരിക്കാൻ, നിന്റെ ഉമ്മയുടെ കണ്ണുകളിൽ സന്തോഷം നിറയാൻ, കൺകുളിർമ പകരാൻ നിന്റെ ഉമ്മാക്ക് ഞാൻ നിന്നെ മടക്കി കൊടുത്ത സന്ദർഭം മൂസ നീ ഓർക്കണം എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉമ്മയിലേക്ക് തിരിച്ചു കിട്ടാനുള്ള ഇടപെടലുകൾ അള്ളാഹു അതിന് നടത്തിയ നടപടി ആ ഒരു പെങ്ങളിലൂടെയാണ്, മൂത്ത സഹോദരിയിലൂടെയാണ്. മൂത്ത സഹോദരിക്ക് ഒരു അനുജൻ എന്ന നിലക്ക്, ഒരു കുഞ്ഞനുജൻ എന്ന നിലക്ക്, കുഞ്ഞനുജത്തി എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകാനുള്ള കടമകളുണ്ട്, ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഒരു സഹോദരിയുണ്ട് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. നബിയുടെ സഹോദരി, മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഒരു മൂത്ത ഇത്ത, നബിയുടെ ഇത്താത്ത, നബിയുടെ സഹോദരി, അതാരാൻ? ഷൈമാ ബിൻതുൽ ഹാരിസ് എന്ന് പറയുന്ന ആ സഹാബ വനിതയെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഹലീമ സഅദിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയതാണ് ആ സഹോദരിയെ. ഹലീമ ബീവിയുടെ മകൾ നബിയെ ചെറുപ്പത്തിൽ വാരിയെടുത്തതും നബിയെ സ്നേഹത്തോടെ തലോടിയതും നബിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചതും ചില ഹദീസുകളിൽ കാണാനാകും. എത്ര സുന്ദരമായ ഒരു കവിതകളിൽ അവർ പറഞ്ഞു വെക്കുകയാണ്, യാ റബ്ബന
അബ്ഖി ലനാ മുഹമ്മദൻ വഅതിഹി ഇസ്സൻ യദൂബു അബദൻ. അതായത് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക, റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, മുഹമ്മദിനെ നീ ഞങ്ങളിൽ എന്നും അവശേഷിപ്പിക്കണേ, എന്നും നിലനിൽക്കുന്ന ഇസ്സത്തും പ്രൗഢിയും പ്രതാപവും റബ്ബേ നീ മുഹമ്മദിന് നൽകണേ എന്നാണ്. സ്നേഹത്തോടെ നബിയെ വാരിയെടുത്ത് ലാളിച്ചു ഓമനിച്ചു വളർത്തിയ നബിയുടെ സഹോദരിയെ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. അവർക്ക് വളരെ പ്രായം ചെന്നൊരവസ്ഥയിൽ, അവരുടെ വാർദ്ധക്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണുമ്പോൾ ആദരവോടെ നബി എണീറ്റ് അവരെ സ്വീകരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആനയിച്ചതും അവരെ ആദരിച്ചതും മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഹദീസുകളായി കുറിച്ചു വെച്ചത് ഞാനും നിങ്ങളും വായിച്ചെടുക്കേണ്ട വരികളാണ്. അത് നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും നല്ല സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ല അടയാളങ്ങളായി നിലനിൽക്കേണ്ടവയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഷൈമ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോൾ പറയുന്നു, ഇൻ അഹ്ബബ്തി അൻ തർജിഇ ഇലാ ഖൗമിക ഔസൽതുകി. പ്രായത്തിന്റെ ബലഹീനത ഉണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ആ അവസ്ഥകളിലും നബി പറയാൻ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയാക്കാം, പോവാനാണ് തീരുമാനമെങ്കിൽ വീട്ടിൽ ഞാൻ കൊണ്ടുപോയി വിടാം, ഞാൻ ആക്കിത്തരാ. ഇനി ഇൻ അഹ്ബബ്തി, ഇനി അതല്ല ഫഅഖീമി ഇൻദി, ഇനി അതല്ല നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം, ഞാൻ നോക്കാന്ന് മാത്രല്ല മുഖറബത്തൻ മുഹബ്ബബത്തൻ, ഏറെ ആദരവിനാലും സ്നേഹത്താലും നിങ്ങൾക്ക് എൻ്റെ കൂടെ കഴിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ എളിമയോടെ താഴ്മയോടെ അവരോട് സംസാരിക്കുന്നതും നബി കാണിക്കുന്ന വിനയവും നബിയുടെ വരികളിൽ കാണാനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ നമുക്ക് വായിക്കാനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കൊരു ഒട്ടകത്തെ കൊടുത്തു. ഒട്ടകം മാത്രമല്ല, ഒരു ആട്ടിൻകുട്ടിയെയും കൊടുത്തു. അതും കഴിഞ്ഞ് പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വാരി കൊടുക്കുന്നതായി ആ ഹദീസിന്റെ വരികളിൽ നമുക്ക് കാണാം. നബി ആദരിക്കുകയാണ്, ലോകത്തെ ഏറ്റവും നല്ലൊരു ചിത്രം കാണിച്ചു കൊടുക്കുകയാണ്. സഹോദരിമാരോടുള്ള പെരുമാറ്റം, സഹോദരിമാരോടുള്ള സ്നേഹം, പ്രത്യേകിച്ച് മൂത്ത സഹോദരിമാരോടുള്ള ബഹുമാനം, അത് ലോകത്തെ റസൂലിനെ പഠിപ്പിക്കാൻ, അതും മുലകുടി ബന്ധത്തിലുള്ളൊരു സഹോദരിയിലൂടെ. അപ്പൊ രക്തബന്ധമുള്ളവരോട് എത്ര ചെയ്യണം, രക്തബന്ധമുള്ളവരോട് നമ്മൾ എത്ര ആദരവും ബഹുമാനവും വെച്ചു പുലർത്തണം. അവര് നമ്മളെ തലോടിയതും അവര് നമ്മളോട് വാത്സല്യത്തോടെ അനുകമ്പയോടെ പെരുമാറിയതും അവര് സ്നേഹത്തോടെ നമ്മളോട് ഇടപെട്ടതും അതിനൊക്കെ തിരിച്ചും കടപ്പാടും ബാധ്യതകളും നിറഞ്ഞവനാണ് ഒരു സത്യവിശ്വാസി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരിമാരെയും സഹോദരന്മാരോടുമുള്ള സ്നേഹം നിലനിർത്തുമ്പോൾ അള്ളാഹു നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ വിശാലത നൽകും. അള്ളാഹു നമ്മുടെ ആയുസ്സിന് ബർക്കത്ത് നൽകും. കുടുംബ ബന്ധം നിലനിർത്തുവാൻ അള്ളാന്റെ റസൂല് പറഞ്ഞു, കുടുംബ ബന്ധം നിലനിർത്തുന്നവൻ പരലോകത്തെ സംബന്ധിച്ച് ബോധമുള്ളവനാണ്, അള്ളാഹുൽ വിശ്വസിക്കുന്നവനാണ്. അല്ലാത്തവൻ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കും, തന്റെ സഹോദര്യ ബന്ധങ്ങളെ മുറിച്ച് ചീന്തും. എന്നാൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അള്ളാഹുവിലും ആര് വിശ്വസിക്കുന്നുവോ അവൻ അവന്റെ കുടുംബ ബന്ധം ചാർത്തുന്നവനാണ്, രക്തബന്ധത്തിന് സ്ഥാനം കൊടുക്കുന്നവനാണ്, അതിൻ്റെതായ ബഹുമാനത്തിൽ അതിനെ പരിപോഷിപ്പിക്കുന്നവനാണ്, നട്ടു വളർത്തുന്നവനാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ തിരുജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതും അതാണ്. ആർക്കെങ്കിലും ആയുസ് കൂടണമെന്ന ആഗ്രഹമുണ്ടോ, ഉപജീവന മാർഗം വിശാലമാവണമെന്ന മോഹമുണ്ടോ, അവൻ അവന്റെ കുടുംബ ബന്ധത്തെ ചാർത്തിക്കൊള്ളട്ടെ എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രത്യേകിച്ച് മുതിർന്നവരോടുള്ള ബഹുമാനം, മുതിർന്നവർക്ക് നൽകേണ്ട കടപ്പാട്, അത് ഞാനും നിങ്ങളും അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാകണം. പലരും പലരെയും തള്ളിപ്പറയുമ്പോ ജീവിതത്തിലെ ഏതോ നിമിഷങ്ങളിൽ അവര് പറഞ്ഞ ഒരു വാക്കോ അവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന വല്ല വേദനകളോ കാരണം ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞവരുണ്ടെങ്കിൽ അവരറിയണം, അള്ളാന്റെ റസൂല് പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യർഹമു സഗീറനാ, നമ്മുടെ കൂട്ടത്തിൽ ചെറിയവനോട് കരുണ കാണിക്കാത്തവൻ നമ്മൾപ്പെട്ടവനല്ല. അനുജനോടും അനുജത്തിയോടും തന്റെ സഹോദരന്മാരോടും ഒക്കെ കാരുണ്യത്തോടു കൂടി വർത്തിക്കണം, അല്ലാത്തവൻ മുഅ്മിനല്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. വയഅരിഫു ഹഖ്ഖ കബീറനാ, നമ്മുടെ കൂട്ടത്തിൽ മുതിർന്നവരോടുള്ള ബാധ്യതകളെ, കടമകളെ, കടപ്പാടുകളെ തിരിച്ചറിയാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ എത്ര ഗൗരവമേറിയതാണ് ഈ വർത്തമാനങ്ങൾ. പ്രത്യേകിച്ച് സഹോദരിമാരുണ്ടെങ്കിൽ അവൻ എത്ര വലിയ സൗഭാഗ്യവാനാണ്. മൂത്ത സഹോദരിയുള്ള സഹോദരാ, നീ എത്ര ഭാഗ്യവാനാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ, 3 പെൺമക്കളും 3 സഹോദരിമാരും ആർക്കെങ്കിലും ഉണ്ടായാൽ, ഒരാൾക്ക് 3 പെൺകുട്ടികൾ ഉണ്ടായാൽ മതി, ഇനി അതല്ല 3 സഹോദരിമാരുണ്ടോ, സ്വർഗമല്ലാതെ അവൻക്ക് മറ്റൊന്നില്ല എന്നാണ്. അവരോടുള്ള ബാധ്യത നിർവഹിച്ചാൽ, അവരെ സ്നേഹിച്ചാൽ, അവരെ പരിഗണിച്ചാൽ റബ്ബ് നൽകുന്നത് സ്വർഗമാണ്.
അള്ളാഹു സ്വർഗത്തിൽ കുടുംബത്തോടുകൂടി കഴിയാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തിന്മകൾ അള്ളാഹു വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ചെറിയവരോട് കരുണ കാണിക്കാനും വലിയവരോടുള്ള ബാധ്യതകൾ തിരിച്ചറിയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അമ്മാ ബഅദു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കൊക്കെ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഏറെ പ്രിയപ്പെട്ടവരാണ്. അവരെ പരമാവധി അവർക്ക് നൽകേണ്ട ബാധ്യതകൾ നിർവഹിക്കുന്നവരാണ്. എന്നാൽ പലയിടങ്ങളിലും പലപ്പോഴും അതിൻ്റെ മഹത്വവും അള്ളാഹു നൽകുന്ന അതിനെ സംബന്ധിച്ചുള്ള ആദരവും സ്ഥാനവും ഒന്നും മനസ്സിലാക്കാത്ത ആളുകൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ വളരെ വിശാലമാണ് എന്നുള്ളത് പറയാതെ തന്നെ നമുക്കറിയാം. ഒരു സഹോദരന് കൊടുക്കേണ്ട ബാധ്യതകളെ തിരിച്ചറിയണം, അതിനെ ഭംഗിയായി നിർവഹിക്കണം, നല്ല രൂപത്തിൽ അതിനെ കാത്തു സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സഹോദരിമാരോടുള്ള നമ്മുടെ ബന്ധങ്ങൾ, സഹോദരിമാരങ്ങോട്ട് കെട്ടിച്ച് അവരെ വിവാഹം ചെയ്യിപ്പിച്ച് നമ്മളങ്ങ് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവരവരുടെ കുടുംബവുമായി അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒതുങ്ങിക്കൂടാതെ അവരെ ചെന്ന് കാണാനും സന്ദർശിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒരു സഹോദരൻ എന്നുള്ള നിലക്ക്, അതല്ലെങ്കിൽ മറ്റുള്ള സഹോദരി എന്ന നിലക്ക് ഓരോരുത്തർക്കും ബാധ്യത ഉണ്ട്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബിയാൻ. ആ സ്വഹാബി മരണരംഗത്ത് അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളെ ചില ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ബോധം കെട്ട് വീണിട്ട് വേദന കാരണം ബോധം കെട്ട് വീണ് അവസാനം ബോധം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ ഇന്നമാലി അഖവാതി, എനിക്ക് ആകെയുള്ളത് സഹോദരന്മാരില്ല. എൻ്റെ അനന്തര മുതലിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം അതുവരെ സഹോദരിമാർക്കുള്ള അനന്തര അവകാശത്തെ സംബന്ധിച്ചുള്ള ആയത്തിറങ്ങിയിട്ടില്ല. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അവസാന നിമിഷങ്ങളിൽ ബോധം വന്നപ്പോൾ ചോദിച്ച ഒറ്റ ചോദ്യം, യാ റസൂലല്ലാഹ് ഇന്നമാ ലി അഖവാതി, എനിക്കുള്ളത് എൻ്റെ സഹോദരിമാരാണ്, എൻ്റെ പെങ്ങന്മാരാണ്. ആയത്തിറങ്ങി സഹോദരിമാർക്ക് നൽകേണ്ട കണക്കിനെ സംബന്ധിച്ച് അള്ളാഹു ആയത്തിറക്കി. ഓരോ സ്ത്രീക്കും അവരുടെ അനന്തരാവകാശത്തിൽ അവർക്ക് നൽകുന്ന അവകാശങ്ങളെ സംബന്ധിച്ച്, അനന്തര മുതലിന്റെ അവകാശത്തെ സംബന്ധിച്ച് റബ്ബ് സംസാരിക്കുന്നു. വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. ഉമ്മയും ഉപ്പയും വിട്ടേച്ചു പോയ സമ്പത്തിൽ ഏതൊരു സ്ത്രീക്കും അവളുടേതായ അവകാശമുണ്ട്, അർഹതയുണ്ട്, അവളുടേതായ അവകാശങ്ങളുണ്ട്. റബ്ബ് നിശ്ചയിച്ച ഓഹരിയുണ്ട്, അതിനെ വിട്ടുകൊടുക്കണമെന്ന. പലപ്പോഴും പെങ്ങളല്ലേ, അവരുടെ കുടുംബവുമായി കഴിയുമെന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചും അവരെ തെറ്റിച്ചും ജീവിക്കുന്ന എത്ര ആളുകൾ സമൂഹത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ നസീബൻ മഫ്റൂള. കുറച്ചായാലും കൂടിയായാലും അത് സ്ത്രീക്കുള്ളത് അള്ളാഹു നിശ്ചയിച്ചത് അതേപോലെ കൊടുക്കണം. അത് റബ്ബ് തീരുമാനിച്ച റബ്ബിന്റെ നിബന്ധനയാണ്, റബ്ബിന്റെ കൽപ്പനയാണ്, അത് നിർബന്ധമായ കാര്യമാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി മൈമൂന റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ മൈമൂന റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ ഈ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന മുതല് അള്ളാഹിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അഅതൈതിഹാ ഉഖ്തക്, നീ അത് നിന്റെ സഹോദരിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നേനെ. എന്നാണ് ഏറ്റവും സഹോദരിക്ക് ആദ്യം കൊടുക്കുക. ധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് സഹോദരിക്ക് കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ആർക്ക് സമ്പത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും അഫ്ളൽ, ധർമ്മം ചെയ്യുന്നത് ആർക്ക് കൊടുക്കുന്നത് അഫ്ളൽ? ഇബ്ദഅ ബിമൻ തഊൽ, നീ കൊടുത്തു തുടങ്ങേണ്ടത് നീ പലപ്പോഴും ആശ്രയിക്കേണ്ടി വന്ന ആൾക്കാണ്. അത് ആരാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ഉമ്മക്, ഒന്ന് ഉമ്മയാണ്, വ അബാക്, നിന്റെ ഉപ്പയാണ്, വ ഉഖ്തക്, നിന്റെ സഹോദരിയാണ്, വ അഖാക്, പിന്നെ നിന്റെ സഹോദരനാണ്. ഇവിടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ റസൂലുള്ളാഹി ആദ്യം എണ്ണിയത് ഉഖ്തിനെയാണ്, സഹോദരിയെയാണ്. നിന്റെ സഹോദരിക്ക് കൊടുക്കണം. കാരണം ചെറുപ്പത്തിൽ അവര് നമ്മളെ മൂത്ത സഹോദരിയൊക്കെ ആകുമ്പോൾ അവർക്കൊക്കെ ഒരു ഉമ്മാന്റെ സ്ഥാനമായിരുന്നു. എന്നാ ചെറിയ അനുജന്മാർ അവർ നോക്കിയത് ഉമ്മയെപ്പോലെയാണ്, സ്നേഹിച്ചതും ലാളിച്ചതും ഓമനിച്ചതും ഒക്കെ അതുപോലെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയ സ്ഥാനവും അതായിരുന്നുവെന്നാണ്. നബിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. ഒരു സഹാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, എന്റെ സഹോദരി ഹജ്ജ് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയിരുന്നു, ഹജ്ജ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു, പക്ഷെ ഫമാതത്, അവർ മരണപ്പെട്ടു, ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. അവൾക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യണോ?
സഹോദരിക്ക് വേണ്ടി ഹജ്ജിനെ പറ്റി ഫത്വ ചോദിക്കുകയാണ് സുഹാബി. ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചോദിക്കും, ആവേശത്തോടെ നമ്മൾ ചെയ്യും. സഹോദരിക്ക് വേണ്ടി ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ടോ? ഈ സഹാബി ഒന്ന് ചോദിക്കുക. അവര് നേർച്ചയാക്കിയതാണ്, തീരുമാനിച്ചതാണ്, പക്ഷെ മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ കാന അലൈഹാ ദൈനുൻ അകുൻത ഖാലിയഹു. അവർക്ക് ദുനിയാവിൽ വല്ല കടവുമുണ്ടെങ്കിൽ നീ അതിനെ തീർക്കാൻ റെഡിയാണോ? നീ അത് തീർക്കുമായിരുന്നോ? അസ്ഹാബി പറഞ്ഞു, നബിയെ, അവർക്ക് കടമുണ്ടെങ്കിൽ ഞാനത് വീട്ടും. അവർക്ക് കടമുണ്ടെങ്കിൽ അത് വീട്ടും, അത് ഉറപ്പായും ഞാൻ അതിനെ നിർവഹിക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖ്ലില്ലാഹു ഫഹുവ അഹഖു ബിൽ ഖളാ. അല്ലാഹുവിനുള്ള കടം, അത് അല്ലാഹുവിനോടുള്ള വീട്ടാനുള്ള കടം, അത് എന്തായാലും വീട്ടേണ്ട കാര്യമാണ്. മനുഷ്യന്മാർക്കുള്ള കടം വീട്ടല്ലോ, അപ്പൊ അല്ലാഹുവിനുള്ള കടം എന്തായാലും വീട്ടപ്പെടാൻ അല്ലാഹു അർഹനാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിനെ പഠിപ്പിക്കുന്നത്. ഒരു സഹോദരിക്ക് വേണ്ടി അത്രമേൽ അവരുടെ സമീപനങ്ങൾ, അവരുടെ സ്നേഹം ഒക്കെ ഇങ്ങനെ ഹദീസുകൾ വായിച്ചെടുക്കാനാകും. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ സന്തോഷവും സ്നേഹവും നിലനിർത്തട്ടെ. രക്ഷിതാക്കളോട് പറയാനുള്ളത്, മക്കളെ വളർത്തുമ്പോൾ മൂത്ത സഹോദരിയുടെ സ്ഥാനം ബോധ്യപ്പെടുത്തി ആ അനുജന്മാരെ വളർത്തിക്കൊണ്ടുവരിക, അല്ലെ? അവരുടെ താഴെയുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരിക. മൂത്ത സഹോദരന്റെ സ്ഥാനവും മഹത്വവും ഫദലും പറഞ്ഞു കൊടുത്ത് അവരുടെ താഴെയുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരിക. അവരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ ലാളിക്കാനും അവരെ വാർദ്ധക്യത്തിൽ അവരെ വരേണ്ടി വരുന്ന അവസ്ഥകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും പല സഹോദരിമാരും വാർദ്ധക്യത്തിലെത്തുമ്പോൾ ചിലപ്പോൾ ഭർത്താക്കന്മാര് മരണപ്പെടുന്നു, നോക്കാൻ ആളുണ്ടാവൂല, ആരോഗ്യവും ഉണ്ടാവൂല. ആ സന്ദർഭങ്ങളിൽ, നമ്മുടെ ആരോഗ്യമുള്ള സമയങ്ങളിൽ, നമ്മുടെ ബുദ്ധി എല്ലാ നിലക്കും പാകപ്പെടുന്ന നിമിഷങ്ങളിൽ അവരെ ഏറ്റെടുക്കാനും അവർക്ക് താങ്ങും തണലുമാകാനും ഒരു സഹോദരന്, അതല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ഒരു സഹോദരിക്ക് ബാധ്യതയുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ എല്ലാവിധ സ്വലാത്തും സലാമും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ കുടുംബത്തിന്റെ മേൽ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ മേൽ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നിറക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും അള്ളാഹു എല്ലാ ഐശ്വര്യവും നൽകട്ടെ. നമ്മുടെ പോരായ്മകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ തെറ്റുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു ഓരോരുത്തരുടെ കടമകൾ തിരിച്ചറിയാനും അതിനെ നിർവഹിക്കുവാനുള്ള അറിവും വിവേകവും അള്ളാഹു ഇനി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ. ഞങ്ങളുടെ പിണക്കങ്ങൾ റബ്ബേ നീ മാറ്റിത്തരണേ. അത് മാറ്റാനുള്ള എല്ലാവിധ സാഹചര്യ സന്ദർഭങ്ങളും ഒരുക്കി തരണേ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ, ആഫിയത്ത് കൊടുക്കണേ, അവിടെ അസുഖങ്ങൾ മാറ്റണേ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബത്തിൽ പല രോഗികളുണ്ട്, അവിടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ, അവർക്ക് സമാധാനവും ആശ്വാസവും കൊടുക്കണേ. പല ഉദ്ദേശങ്ങളും പല ലക്ഷ്യങ്ങളുമായി ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവിടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ റബ്ബെ നീ പൂർത്തീകരിക്കണേ. اللهم اجعلنا بك مؤمنين ولك عابدين وإليك منيبين. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم احفظ دولة الإمارات وتولها برعايتك وحتها بعنايتك يا رب العالمين. اللهم احفظ بحفظك الشيخ محمد بن زايد رئيس الدولة وأدم عليه لباس السداد والحكمة ووفقه ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه وحكام الإمارات وأولياء عهودهم لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات. اللهم لك الحمد على ما تفضلت به من غيثك وبسطته من خيرك ونشرته من رحمتك. اللهم زدنا من الغيث واجعلها سقيا رحمة عامة نافعة غير ضارة، غيثا مغيثا هنيئا مريئا تحيي به البلاد وترحم به العباد. اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم. وأقم الصلاة.